അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. കാരണം അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേറൊരു സന്തോഷമാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണം അമ്മയും കുട്ടികളും മക്കളും കുടുംബക്കാരും ഒക്കെ പാടെല്ലാവരും ഉണ്ട് കേട്ടോ. ഒക്കെ പാടെല്ലാവരും ഇല്ല, പക്ഷെ എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാതും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അമ്മ ഉണ്ട്, അതാണ് സ്പെഷ്യൽ. അപ്പോൾ ഇന്നലെ നമുക്ക് എന്തായിരുന്നു, നമ്മളെ ലച്ചുമോളെ പിറന്നാളായിരുന്നു അല്ലേ. അതിൻ്റെ മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എൻ്റെ സ്വപ്ന കുടുംബ അനിത സുബ്രഹ്മണ്യൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്നല്ലേ. ഇടയ്ക്ക് നമ്മളെ പരസ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ ചിലവരൊക്കെ മറന്നു പോകുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നവരാണെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം എന്താ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയേ. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പം അമ്മ ഇന്നലെ രാത്രിയെ വന്നിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിക്കത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ലച്ചുമോളെ പിറന്നാളും കഴിഞ്ഞ് പിറ്റേത് ഇതാക്കണത് നമ്മൾ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൂടി നിന്നിട്ട് അങ്ങോട്ട് പോകാം. ഇപ്പം അമ്മക്ക് ലീവാണ്, അതുകൊണ്ടാണ് അമ്മനെ വിരുന്നൊക്കെ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ അമ്മക്ക് ലീവ് ഉണ്ടാവില്ലല്ലോ. അപ്പം ചിലവരൊക്കെ ഇതാക്കണം നമ്മളെ പുതിയ സബ്സ്ക്രൈബർമാരാണെങ്കിൽ ഇതാണ് നമ്മളെ അമ്മ കേട്ടോ. എൻ്റെ അമ്മയാണത്. അപ്പോൾ അമ്മക്ക് ഹോട്ടലിലാണ് പണിയുള്ളത്. കുറേ കൊല്ലങ്ങളായി ഹോട്ടലിൽ തന്നെയാണ്, അകമ്പാട് ഹോട്ടലിലാണ് പണിയുള്ളത്. അപ്പം അങ്ങനെ അപ്പോൾ അമ്മക്ക് ഈ ഒരു മാസം ലീവ് ആവട്ടെ, ഈ നോൽബം കാലത്ത് ലീവ് ആവും കേട്ടോ. മുസ്ലിംസിൻ്റെ ആ ഹോട്ടലായത് കാരണം ഈ ഒരു മാസം അമ്മക്ക് ലീവാണ്. അപ്പോൾ അമ്മ മക്കളെ വീട്ടിൽ കൂടെയൊക്കെ പോയിട്ട് 2 ദിവസമൊക്കെ നിന്നിട്ട് അങ്ങനെ പോകലാണ് ഉള്ളത് കേട്ടോ. കൊല്ലത്തിൽ ഒരു മാസം മാത്രമേ ലീവ് ഉണ്ടാവലുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും അമ്മ ലീവ് എടുക്കലില്ല, അതാണ് സത്യം. അപ്പോൾ ലീവ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടാളും പിടിക്കും വലിയും കൂടിയാണ്ട് 2 ദിവസമൊക്കെ നിൽക്കാൻ വരും. അങ്ങനെയാണുള്ളത്. നമുക്ക് പൊതുവെ അങ്ങനെ കൂടുതൽ ദിവസം നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പം അമ്മ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്, ഒരു സുഖമാണ്. ഏതായാലും അനിയത്തി വന്നിട്ടില്ല കേട്ടോ. അനിയത്തിന് 2 മക്കളുണ്ട്, പിന്നെ ആങ്ങളുടെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളാണ്, ഇതും ഞായറാഴ്ചക്കത്തെ കുറച്ച് പരിപാടികളാണ് ഉള്ളത്. അപ്പോൾ അമ്മ വെള്ളിയാഴ്ച വൈകുന്നേരം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയും ശനിയും ഞായറും എന്നൊക്കെ 3 ദിവസമായി. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം അടുത്തൊന്നും അമ്മ ഇങ്ങനെ വരലുണ്ടാവില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വരി എന്നൊക്കെ ചെവിക്ക് സ്വൈര്യമില്ലാതെ ഞങ്ങൾ വിളിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് പുറപ്പെടുണ്ടാകുള്ളൂ. അപ്പോൾ അമ്മക്ക് ഏതായാലും അങ്ങോട്ട് പോകാൻ കഴിയൂല. പോത്ത് ആട് കുട്ടികൾ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അമ്മക്ക് അതിലേറെ കാര്യങ്ങളുണ്ട്. എന്നാലും മക്കളുടെ അടുത്തേക്ക് വരാമെന്ന് അമ്മക്കും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഓടിച്ചാടി വന്നതാണത്. അങ്ങനെ രാവിലത്തെ ചായയുടെയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാകണം കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇനിയിപ്പം ഉച്ചക്കാലത്തെ പരിപാടി ഉണ്ടാക്കട്ടെ. അപ്പോൾ വെറുംചോറും ചിക്കൻ വരട്ടും അപ്പം പിന്നെ തൈര് മോരുകറി കേട്ടോ. തൈരല്ല മോരുകറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ മോരുകറി ഉണ്ടാക്കിട്ടോ. അമ്മ മോരുകറി ഉണ്ടാക്കുമ്പോൾ രസമാണല്ലോ. അമ്മമാരെന്തുണ്ടാക്കിയാലും മക്കൾക്ക് രസമാണ്. അപ്പോൾ അമ്മക്ക് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് മോരുകറി ഉണ്ടാക്കാനാണ്. മോരുകറി ഉണ്ടാക്കട്ടെ അമ്മ. ഞാൻ ചിക്കൻ വരട്ടാനുള്ള പരിപാടിയിലാണ്. ചോറ് ഇതാക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുഞ്ഞാറ്റയും ഉണ്ണിമോളും ലച്ചുമോളും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. എല്ലാവരും ഞാൻ ഓടിച്ച് പായിച്ച് വിട്ടിട്ടുണ്ട്. കുറച്ച് പണികൾ ഓലക്കൊണ്ട് ഇടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എല്ലാവരും കൂടി നിന്ന് വർത്താനം പറഞ്ഞ് പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല രസമാണല്ലേ. സംഭവം നല്ല രസമൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങനെ ഓരോരോ പണി എടുക്കുകയാണ്, വർത്താനം ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ അമ്മയും പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും പറയലുണ്ട്. പിന്നെ ഉണ്ണിമോളും ഇടയിൽ കൂടെ വന്നിട്ട് ഓളെ സ്കൂളത്തെ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നല്ല രസമാണ് അവളെ വർത്താനങ്ങളൊക്കെ കേൾക്കാനും പറയാനൊക്കെ ആയിട്ട്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ കടുക് പൊട്ടി കൊടുക്കാവും. അല്ല വാഴ ഒടിച്ചില്ലെന്നല്ലേ കാശ്മീര കുളിച്ചോ? എന്തൊക്കെയാ കുഴപ്പം? എന്താ കാട്ടിൽ ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ടേ ഞാനോട് വിളിച്ചാൽ മതി. വർത്താനത്തിൻ്റെ ഇടയിലൂടെ നമ്മളെ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഹോട്ടലിലായത് കാരണം ഏകദേശം കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട് കേട്ടോ. ഏകദേശം അല്ല, ഹോട്ടലിൽ നല്ല അമ്മ വെക്കണ എന്ത് കറിക്കും നല്ല ബിരിയാണിയൊക്കെ നല്ല വെച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. ഇങ്ങനെ ഇരുന്ന് തിന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും കേട്ടോ. അതാണ് ഞങ്ങളെ തടീൻ്റെ രഹസ്യം എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ്. ഞാനും എൻ്റെ അനിയത്തി നല്ല തിരക്കടിയില്ലാത്ത തടി മണ്ണൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം എന്താ പരിപാടി ഇതാക്കണ് അമ്മൻ്റെ മോരുകറി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇക്കിൻ്റെ പരിപാടിയാണ്. മറ്റുള്ളതാ വേറെ എന്തൊക്കെയോ കുറച്ച് മാക്സിക്കാരാണല്ലോ ഇവിടെ രാത്രിയാകുമ്പോൾ മാക്സിക്കാർ ഇറങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പൊതുവേ മാക്സി ഇടാനൊന്നും കിട്ടാറില്ല. ഇവർ രണ്ടാളും ഇട്ടിട്ട് അതാണ് സുഖം, ഇടാൻ സുഖം മാക്സിയാണെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അമ്മമ്മ വാങ്ങി കൊടുക്കൽ തുടങ്ങി മാക്സി. അമ്മേൻ്റെ പഴയ മാക്സിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടൽ തുടങ്ങി മക്കൾക്ക് ഇടാനായിട്ട്. അപ്പോൾ ഓല് ഇട്ടതൊക്കെ അമ്മൻ്റെ മാക്സിയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മോരുകറി ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് ഗ്യാസുമ്മ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ചിക്കൻ വരട്ടാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നെയ്ച്ചോറ് വേണോ ബിരിയാണി വേണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മക്ക് അതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ബിരിയാണി വേണ്ട, നെയ്ച്ചോറൊന്നും വേണ്ട. അമ്മ ഇത് ഹോട്ടലിലാവുമ്പോൾ കണ്ട് കഴുകി മീനൊക്കെ നന്നാക്കിയാണ് മടുക്കും. എന്നാലും നന്നാക്കാതെ പറ്റൂല. വേറൊരു കണ്ടോൻ്റെ കീഴിൽ ഒരാളെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ പറയണതൊക്കെ കേൾക്കണമല്ലോ. അപ്പോൾ ഒരുപാട് മീനുകളൊക്കെ നന്നാക്കി, അല്ലെങ്കിൽ ചിക്കനൊക്കെ നന്നാക്കി, ബീഫൊക്കെ നന്നാക്കി നമുക്ക് മടുപ്പാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് എന്താ ഇവിടെ എത്തിയാൽ വേണ്ടത് ചോദിച്ചാൽ കാച്ചിൽ പൂച്ചിൽ കപ്പ പൂള മരച്ചീനി എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോ സാധനങ്ങളാണ് നമുക്ക് ഇഷ്ടം. മുരിങ്ങൻ്റെ താളിപ്പ്, അല്ലെങ്കിൽ ഉണക്കമീനിൻ്റെ ചാറ്, അല്ലെങ്കിൽ മീനും അതേപോലെ തന്നെ മാങ്ങയും ചമ്മന്തി അരച്ചത്, ചക്കക്കൂട്ടാൻ, അതൊക്കെയാണ് അമ്മക്ക് ഇഷ്ടം. അതാണ് കൂടുതലായിട്ടും അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സ്പെഷ്യലായിട്ട് വയ്ക്കുമ്പോൾ അമ്മ അതൊക്കെ തന്നെയാണ് പേര് പറയുക. അപ്പം അങ്ങനെ ഞങ്ങളിന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഒഴിവാക്കി, ബിരിയാണി ഒഴിവാക്കി, നെയ്ച്ചോറ് ഒഴിവാക്കി. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് വെറും ചോറും ചിക്കൻ വരട്ടും നല്ല മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്. അമ്മ അപ്പം അച്ചാറിട്ടുണ്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വണ്ടി പോയി ഞാൻ. അങ്ങനെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതാക്കണത് ഈ സാമഗ്രികളൊക്കെ ഉണ്ടാക്കണം. അപ്പോഴാണ് പായസത്തിൻ്റെ ഒരു വിവരം കിട്ടിയത്. നമുക്ക് പായസം കുടിക്കാൻ പൂതിയുണ്ട് എന്നും പറഞ്ഞ് പായസം ഉണ്ടാക്കേണ്ട വലിയ പരിപാടിയാട്ടോ. ഞാൻ ഈ പരിപ്പില്ലേ ചെറുപയർ പരിപ്പ് മാത്രം ഇട്ടിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പായസം അടുപ്പത്ത് വെച്ചതും ഗ്യാസ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ല കേട്ടോ, ഒരു 1-1.5 മാസത്തോളം ആയപ്പോഴത്തേന് ഗ്യാസ് കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ഉപയോഗം പോലെ അവനാൻ്റെ ഉപയോഗം പോലെയാണല്ലോ ഗ്യാസിൻ്റെ ഒരു നിലനിൽപ്പ്. ഏതായാലും എനിക്കൊരു 1.5 മാസമേ നിന്നിട്ടുള്ളേന്ന്. അപ്പോൾ ഞാൻ അമ്മക്ക് ഭയങ്കര പായസത്തിന് നല്ല പൂതിയാണ് കേട്ടോ. ഇടയ്ക്കും തലക്കൊക്കെ വരുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവുകൊണ്ട് അമ്മ അങ്ങനെ പായസം ഒന്നും ഉണ്ടാക്കലില്ല. അമ്മ ഒറ്റയ്ക്ക് ഭയങ്കര മടിയാണ്. ഒരാൾക്ക് മാത്രമൊക്കെ ആകുമ്പോൾ എന്തിനാ ഒരാൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതി ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു അണ്ടർതിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, വിഷു ഓണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അമ്മ അങ്ങനത്തെ പായസ പരിപാടിയൊക്കെ ഉണ്ടാക്കലുള്ളൂ, അമ്മക്ക് കുടിക്കാനാണെങ്കിൽ കൂടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതാക്കണേ എനിക്ക് കഴിയണോടത്തോളം ഞാൻ അമ്മക്ക് എന്തൊക്കെയാണ് വേണ്ടി വെച്ചാൽ അങ്ങനെ നോട്ട് ചെയ്താണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഏകദേശം പ്രാവശ്യം ഞാൻ പായസത്തുമ്മലാണ് പിടിക്കൽ. അപ്പോൾ പായസം ഇവിടുന്ന് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടു കൊടുക്കൽ വരെ ഉണ്ടാകലുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം സമയമായപ്പോഴത്തേന് അമ്മ അടുക്കളയിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അടുക്കളയത്തെ പണികൾ മുഴുവൻ ഞാനെടുത്തു. ഫുള്ള് ഞാനെടുത്ത് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അച്ചാറ് രാവിലെ ഇട്ടാട്ടോ. അനിയത്തി കൊത്തി അരിഞ്ഞ് കൊടുത്തതാണ് രാവിലെ, ഇന്നലെ ഓള് കൊടുത്ത് വിട്ടതാട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ചാറിട്ടു. നല്ല പായസമുണ്ട്, നല്ല ചെറുപയർ പരിപ്പ് പായസമുണ്ട്. പിന്നെ റോസ്റ്റ് അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മളെ മോരുകറി, അച്ചാറ്, പപ്പടം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ വേഗം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ADSൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ഓടിപ്പോയി. ഇവലെ അവിടെ ഇട്ടാണ്ട് ചോറൊക്കെ തിന്നോളിട്ടോന്നും പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി. വന്നപ്പോൾ തന്നെ ഓലെ ചോറേറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനും തന്നെ വേഗം ചോറുന്നു. പിന്നെ എല്ലാവരും കൂടി ഇതാക്കണം. കുറേ നേരം വീണ്ടും വർത്താനം പറഞ്ഞ് തീരൂല. കുറേ നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് പിന്നെ മക്കളെ തലയിൽ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്കൂളില്ലല്ലോ, ആർക്കും സ്കൂളില്ല, നോൽമ്പും കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ മക്കളൊക്കെ അത് വർത്താനം പറഞ്ഞു. കുട്ടാപ്പിയും സാസിക്കുമാണ് ഈ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കണം. എന്തോ സ്വകാര്യമായ അന്താരാഷ്ട്ര ചർച്ചയിലാണ് ഓല് രണ്ടാളും. ഞാൻ വീഡിയോ എടുക്കണതൊന്നും ഓല് ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊക്കെയോ ഭയങ്കര സംസാരത്തിലാണ്. അപ്പോൾ മക്കളാവുമ്പോൾ അങ്ങനെയാണല്ലോ, ഓലൊരു നല്ല പങ്കാലാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ ഓൺ വോയിസ് എന്താ കൊടുക്കാത്തേ ചോദിച്ചാൽ അലമ്പ് വർത്താനാണ് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. ആകെപ്പാട് ഒച്ചയും വിളിയും കച്ചറയും വിളിയാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് വിടാത്തത്. പിന്നെ കുഞ്ഞാറ്റദാനിയത്തിൻ്റെ മുടി ചീകി കൊടുക്കുക കേട്ടോ. ഒന്ന് മുടി വാർന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഓളാണല്ലോ ഞങ്ങളെ കുടുംബത്തിൽ ചെറിയൊരു കുട്ടി. അപ്പോൾ ഓളെ അനിയത്തിൻ്റെ കുട്ടിയായിട്ടാണ്, അനിയത്തിൻ്റെ ചെറുതാണ്. ഓളെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ. അപ്പോൾ അതിന് വന്നതാണ് അമ്മ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരും ഇവിടുന്ന് വണ്ടി കയറും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വിരുന്നും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ചൂടും കാര്യങ്ങളും ചൂടുമ്പോഴൊക്കെയാണ് ഇല്ലത്. അങ്ങനെ ഇതാക്കണ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ വിരുന്ന് വന്ന രണ്ടാളെ കാണാനില്ല കേട്ടോ. അതാണ് മെയിൻ വിഷയം. ഒരിഞ്ഞിപ്പോൾ പുഴയ്ക്ക് പോയതല്ല എന്ന് നല്ല ഉറപ്പാണ്. രണ്ടാൾക്കും അങ്ങനെ നീന്താൻ അറിയില്ല. അപ്പോൾ അങ്ങനെ പുഴയ്ക്ക് പോകില്ല.
പിന്നെ എവിടുക്കാ പോയത്, ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പോയോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മ ഓലെ കാണാതെ ബേജാറായി നിൽക്കുകയാണ്. പക്ഷെ തിരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ആൾക്കാരില്ലത് ഓലെ തിരഞ്ഞു പോയിട്ടുണ്ട്. ദൂരം പോയി അങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും. അപ്പം ഓൽക്ക് ഓലും കൂടി വന്നിട്ട് വേണം, നമ്മൾ ആങ്ങളുടെ കുട്ടി അനിയത്തിൻ്റെ കുട്ടീനെയും തിരഞ്ഞു പോയതാണ്. ഓലും കൂടി വന്നിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. ഒരു ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പോകണമല്ലോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടൂല. അതുകൊണ്ട് പോകണം എന്നല്ല വിചാരിച്ചാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ചെറിയ അമ്മോൻ്റെ പശുവും ആടും ഒക്കെ അതാ തിന്നാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ പോത്തിനെ മുന്നേ കൊണ്ടുപോയിട്ടുണ്ട് മൂപ്പര് ഈ ഒരു സീനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. മുടിയേ മുടിയേ അപ്പൊ അത് തുമ്പ ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി. വെട്ടിയാ പിന്നെ കെട്ടണ്ട വേണേ? അല്ല തുമ്പ വെട്ടുള്ളൂ. തുമ്പം വെട്ടുള്ളൂ. വെട്ടിയാ പിന്നെ എനിക്ക് കോണമുണ്ടല്ലോ. ഇത്ര വെട്ടുള്ളൂ. ഇത്ര ഒരുപാടുണ്ടാവില്ല. മുടിയുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് വെട്ടിയാ പിന്നെ ചുറ്റിക്കെട്ട കയ്യിലടി കെട്ടണ അച്ചമ്മ മറ്റേ ഇടല്ലേ എപ്പോഴും പോവാ മുടി പൂരമുടി മൂത്ത മുടിപ്പൂരം. ആൾക്കാരൊക്കെ കുഞ്ഞാടി കഴിഞ്ഞു. അല്ല അമ്മ ഇങ്ങനെ കേട്ടാണ്ട് റബ്ബറുണ്ട്. അമ്മമ്മയാണ് എനിക്ക് മുടി ഇട്ടി തരുന്നത്. വെട്ടണ്ട വെട്ടിങ്ങാണ് പിന്നെ ക്ലിപ്പ് ഇടേണ്ടി വരും. ഞാൻ വെട്ടൂല. ഞാൻ വെട്ട പണ്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ വെട്ടിയ മുടി വളരൂല. മുടി വെട്ടണ പീടിയെ കൊണ്ടേ കൊടുത്താൽ കുറേ ഉണ്ടോ? കാണില്ലടോ. എല്ലാം കൊഴിയുണ്ട്. പറ്റി ചെറുതാക്കിയാണ് വെട്ടിയാലോ? ഇവിടെ വരാം. അല്ല അശ്മികൻ്റെ പോലെ ഇങ്ങനത്തെ സാധനം അങ്ങനെ അമ്മമ്മൻ്റെ മുടിയും വെട്ടിക്കൊടുത്ത് മക്കൾക്ക് ഏതായാലും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ വിരുന്ന് പോയച്ചേ കളിക്കാൻ പോയ മക്കളൊക്കെ തിരിച്ചെത്തി. പിന്നെ ഓല് ഒരുങ്ങിയിട്ട് വേഗം പോകുക കേട്ടോ. ഇനി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പോയിട്ടില്ലെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇതാ പോയിട്ടുണ്ട്. ഇനി ഒരു രസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരു മൂകതയാവും, കുറച്ചു നേരത്തിനൊരു മ്ലാനതയാവും ഇവിടെ. അമ്മ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ പറയാം, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അമ്പലപരിപാടിന്റെ ഇന്നത്തെ ഞങ്ങളെ സംഘടന കഴിഞ്ഞു. ഇന്നത്തോടു കൂടി ഞങ്ങൾ പരീക്ഷയിലുള്ള ചൂടലാണ്, ചൂടും പുകയിലാണ് പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഇനി നാളെ മറ്റൊന്ന് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകണം. അപ്പോൾ വിരുന്നാരൊക്കെ ഞങ്ങൾ പറഞ്ഞയച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അല്ലും പോവുകയാണ്. ഇത് വിരുന്നാർ വന്നപ്പോൾ അല്ലു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. 11 മണി. അപ്പോൾ ഓക്കെ, ചാറ്റ് എടുത്ത് മോളെ കുഞ്ഞെ. പിന്നെ ബായ്. ഓ കണ്ണു ഫോട്ടോ